നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവസാന മത്സരം നാളെ നടക്കാനിരിക്കെ പല ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും ക്ലബ്ബുകൾ വമ്പൻ ട്രാൻസ്ഫറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം വമ്പൻ സൈനികമാണ് ഇപ്പോൾ നടത്തി വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കും മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഇന്ത്യൻ താരങ്ങളായ പ്രീതം കോട്ടാലും പ്രബീർ ദാസിനെയും കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, പ്രീതം കോട്ടാലും പ്രബീർ ദാസും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ പ്രബീർ ദാസ് ബാംഗ്ലൂർ FC താരമായിരുന്നു. ആ കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും കാണാൻ സാധിക്കാത്ത ഒരു താരമായിരുന്നു പ്രബീർ ദാസ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം പ്രബീർ ദാസിൻ്റെ ഫാൻസായി മാറിയവർ അനേകം പേര് തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിക്കുമ്പോൾ 100% ടീമിന് വേണ്ടി കൊടുത്താണ് കളിക്കുന്നത്. താരത്തിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പരിക്ക് പറ്റി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത സീസണിലും പ്രബീറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രീതം കോട്ടാലിനെയും പ്രബീർ ദാസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ പോകുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ റൂമറുകളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രബീർ ദാസും പ്രീതം കോട്ടാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പക്ഷേ ഈ രണ്ട് താരങ്ങളും നല്ല ഒരു മികച്ച താരങ്ങൾ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെ വിട്ടു നൽകുന്നതിനെ പറ്റി ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ സീസണിലും ഓരോ മികച്ച വിദേശ സൈനികം നടത്തി മികച്ച ഗോളുകൾ അടിക്കാൻ സാധിക്കുന്ന താരങ്ങളെയാണ് ഓരോ സീസണിലും ടീമിലെത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ മികച്ച ഒരു സൈനികം നടത്തിയിരിക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനം ഇന്നലെ രാത്രി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പോർട്ടിംഗ് ഡയറക്ടറോ കേരള ബ്ലാസ്റ്റേഴ്സോ അല്ല ഈ കാര്യം നടത്തിയിരിക്കുന്നത്. FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം മികച്ച ഗോളുകളും നേടിക്കൊടുത്ത നോഹ സദോയി എന്ന് പറയുന്ന താരം FC ഗോവയിൽ ടീം വിട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ താരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും FC ഗോവയിൽ നിന്ന് പോയ താരം ടീം വിട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിലാണ് നോഹ സദോയി സൈൻ ചെയ്തിരിക്കുന്നത്. പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മെർഗ്ലോവോ ഇതിനെക്കുറിച്ചെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിക്കാൻ സാധിക്കുന്ന ന്യൂസാണ്. നോഹ സദോയി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ പന്ത് തട്ടും. മികച്ച ഒരു വേട്ടക്കാരൻ തന്നെയാണ് നോഹ സദോയി. എന്തായാലും നോഹ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡിമിട്രിയോസ് ഡമൻ്റെക്കോസ് കോംബോ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് കണ്ടു തന്നെ ഇരിക്കണം. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.